Hi friends, welcome to the coffee mug. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരത്തിന്റേതാണ്. നാടൻ പലഹാരമായ ഇലയട. ഇലയട ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങിനായിട്ട് ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാം. ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മെൽറ്റാക്കി എടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ശർക്കരയെല്ലാം നന്നായി മെൽറ്റായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അടുത്തതായി തേങ്ങ ചിരകിയത് ശർക്കര പാനിയിൽ ഒന്ന് വിളയിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിന് പകരം അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരുമാതിരി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അവസാനം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ ഫില്ലിങ്ങിലേക്ക് നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അടുത്തതായി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാം. ഞാനിവിടെ അളവ് കപ്പിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി നല്ല തിളച്ച വെള്ളം പല പ്രാവശ്യമായി ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് പൊടി കുഴച്ചെടുക്കണം. മാവ് ഒത്തിരി തിക്കായി ഇരിക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കൂലേ, ആ ഒരു പരുവം. ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ വെച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ മാവ് കുഴച്ചെടുക്കാൻ 1/4 കപ്പ് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പൊടിക്കനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ആദ്യം കയ്യിൽ കുറച്ച് വെള്ളം തൂത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മാവ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കുക. ഇങ്ങനെ പതുക്കെ പരത്തിയെടുത്താൽ മതി. കട്ടി കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. പരത്തുമ്പോൾ കയ്യിൽ ഒട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് കയ്യിൽ കുറച്ച് വെള്ളം തൂത്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ വിളയിച്ചതാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായി നിരത്തിയിട്ട് ഇല മടക്കിയെടുക്കാം.
സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളവയും കൂടി ചെയ്തെടുക്കണം. ആദ്യത്തെ ട്രിപ്പ് ഇലയുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വെക്കാം. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അട ഓരോന്നായി വെച്ച് കൊടുക്കാം. ഈ അടയുടെ വേവ് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ മിക്സിൽ നിന്ന് എനിക്ക് ഇവിടെ 8 ഇലയട കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചെറുതായി ആറിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.